സ്കോഡ സിംപ്ലി ക്ലെവർ. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഇത് സ്കോഡ ലോറയാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു കാർ തന്നെയായിരിക്കും സ്കോഡ ലോറ. ആൻഡ് നമ്മൾക്ക് ഇന്ന് കയ്യിലുള്ള 2 ലിറ്റർ TDI എഞ്ചിനാണ്. നമുക്ക് ഈ കാറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ഈ സ്കോഡനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ കൂടെ ഒന്ന് തുറന്ന് ഏറ്റവും ആദ്യം എഞ്ചിൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എന്തൂസിയാസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. യെസ്, 2 ലിറ്റർ TDI. സ്കോഡയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് എഞ്ചിനാണ് 2 ലിറ്റർ TDI എന്ന് പറയുമ്പോൾ. ഈ 2 ലിറ്റർ TDI മാത്രമല്ല, ഒരു 1.8 TSI കൂടി വന്നിട്ടുണ്ട്, ഒരു 1.8 പെട്രോൾ എഞ്ചിൻ. ആ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്നാപ്പി ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ പുള്ളിങ്, അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വേറെ തന്നെയായിരുന്നു. നമ്മൾ ഈ TDI ഈ ഒരു ഡീസൽ എഞ്ചിനിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ടോക്ക് ഡെലിവറി, അതുപോലെ നല്ലൊരു എക്കോണമിക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു എന്തൂസിയാസ്റ്റിന് പെർഫോമൻസ് കാർ വേണമെങ്കിൽ ഒരുപാട് അധികം ഇന്ത്യയിൽ ഒരുപാടധികം ഒരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്യണത് ഈ മൈലേജ് ഇല്ല എന്നുള്ളത് തന്നെ. അത് നമ്മളിപ്പോൾ ഇന്ത്യക്കാർ വെച്ച് നോക്കുമ്പോൾ ഏതൊരു സ്പോർട്സ് കാർ കൊണ്ടുവരാണെന്ന് വെച്ചാലും ഏറ്റവും നോക്കിയാൽ അതിന് എത്ര മൈലേജ് ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളൊരു പെർഫോമൻസ് കാർ എടുക്കുമ്പോൾ ഒരു എക്കോണമിക് കാണിച്ചാലും അതിൻ്റെ ഒരു പെർഫോമൻസ് രീതി കാണിച്ചാലും ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ട്യൂണബിൾ എഞ്ചിനും കൂടിയാണ് ഈ TDI എഞ്ചിൻ എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞു ട്യൂണബിൾ ആണെന്ന്. ഏറ്റവും നല്ല ട്യൂണബിൾ ഫ്രണ്ട്ലി ഒരു എഞ്ചിനാണ് 2 ലിറ്റർ TDI എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ വണ്ടി ട്യൂൺ ചെയ്തിട്ടുണ്ടോ? യെസ്, ഈ വണ്ടി ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റേജ് 1+ വെനത്തിൻ്റെ ട്യൂണിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭീകരനായ ഒരു എഞ്ചിൻ, 2 ലിറ്റർ TDI എഞ്ചിൻ. ആൻഡ് നമുക്ക് ഈ എഞ്ചിൻ റൂമിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഒരു കാനൻ്റെ എയർ ഇൻടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് അറിയാം. ആ ഒരു സൗണ്ട് നമ്മൾ മിഡിൽ പോർഷനായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാണ് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ നന്നായി ഒന്ന് കണ്ടോളൂ. TDI 2 ലിറ്റർ എഞ്ചിൻ ഫ്രം സ്കോഡ ലോറ. നമ്മളിതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സാധാ ലോറയിൽ നിന്നും. ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ VRS എന്ന് വെച്ചാൽ അറിയാം, നമ്മുടെ BM-ൽ M Sport അല്ലെങ്കിൽ AMG-ൽ ബെൻസിലെ AMG ലൈൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്കോഡ അവതരിപ്പിച്ച ഒരു എന്താ പറയുക പെർഫോമൻസ് വേരിയൻ്റാണ് VRS എന്ന് പറയുമ്പോൾ. വിക്ടർ റാലി സ്പോർട്ട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബമ്പറിൽ. ആൻഡ് നമുക്ക് ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ലോറയുടെ ഹെഡ്ലൈറ്റാണ്. നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ലോറ Mark 1 ലോറയാണ്. ബട്ട് നമുക്ക് ഒരു ലോറ എന്ന് പറയുമ്പോൾ എല്ലാം എന്തൂസിയാസ്റ്റ് മാത്രമല്ല, ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലോ ആദ്യം ഓർമ്മ വരാതെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ളൊരു കാറാണ്. അതിൻ്റെ വലിയൊരു ഹെഡ് ലാംപ്സ് കാണാം. അതിന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഹണികോം ടൈപ്പ് ഗ്രിൽസ് വരുന്നുണ്ട്. ആൻഡ് ടിപ്പിക്കൽ സ്കോഡയുടെ നല്ലൊരു ബാഡ്ജിങ്. പിന്നെ അടിക്ക് പോകുമ്പോൾ അതിൻ്റെ എയർ ഡാം യൂണിറ്റ്സും ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പ്രൊഫൈലൊന്നുമല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷറി ടൈപ്പ് ഫ്രണ്ടറാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബോണറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ബോണറ്റ് ലൈൻസ് കാണാം. ടിപ്പിക്കൽ സ്കോഡയിൽ വരുന്ന ഈ 2 ബോണറ്റ് ലൈൻ മിക്ക സ്കോഡയിൽ നമ്മൾ കാണാം. ഈ ബ്രാൻഡിങ്ങിലോട് ചേർന്ന് വരുന്നൊരു സ്കോഡയുടെ ബോണറ്റ് ലൈൻ. അതല്ലാതെ നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലിൽ അധികം കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് നൈസായിട്ട് സൈഡ് പ്രൊഫൈൽ നോക്കാൻ പോകാം. കമോ, നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഹെഡ് ലാമ്പിൻ്റെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ലോറ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ആൻഡ് നമുക്ക് വരുമ്പോൾ ബോർബറ്റിൻ്റെ ഒരു എലോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ലോർൻ ആൻഡ് ക്ലെമൻറ്റ് ബാഡ്ജിങ്ങും. ഈ ലോർൻ ആൻഡ് ക്ലെമൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്കോഡയുടെ ഫുൾ ഹിസ്റ്ററി വീഡിയോ. അതിൽ ഞാൻ പറയുന്നുണ്ട് ആരാണ് ഈ ലോർൻ ആൻഡ് ക്ലെമൻറ്റ് എന്ന് പറയുമ്പോൾ, എന്താണ് അവരുടെ ഹിസ്റ്ററി, എന്താണ് ഈ കാറിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ടോപ്പ് മോഡൽ ഓഫ് സ്കോഡ ലോറ. അതുകൊണ്ടാണ് ഈ ബാഡ്ജിങ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഒരു മിറർ ക്യാപ്പ് ആൻഡ് സൈഡ് മിറേഴ്സ് കാണാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ കാണാനുള്ളത്. നമുക്ക് ബാക്ക് പ്രൊഫൈൽ നോക്കിയിട്ട് ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണാം.
കേൾക്കാമോ? പ്രൊഫൈൽ വരുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു വിങ്ങാണ്. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് വിചാരിക്കുന്നത് ഇതിനെ സ്പോയിലർ എന്നാണ് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ സ്പോയിലർ. സ്പോയിലർ എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസെപ്റ്റാണ്. ആ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിനൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ലോറിയിലേക്ക് വരാം. ഈ വിങ് കഴിഞ്ഞ് നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള സ്കോഡയുടെ ബാക്ക് ടെയിൽ ലാംപ്സ്, മിക്ക കാസിനും നിങ്ങൾ ഈ ഒരു ടെയിൽ ലാംപ്സ് തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് ഇവരൊരു ഐക്കോണിക് ടെയിൽ ലാമ്പ് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ബമ്പേഴ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു VRSൻ്റെ ബമ്പേഴ്സും ഫ്രണ്ട് ബമ്പറും എല്ലാം കൂടി മാറ്റിയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും ഇവിടെ ഒരു സാധനം, ഒരു ഭീകരനെ വിളിച്ചിരിക്കുന്നുണ്ട്. യെസ്, ഒരു കാറ്റ് ബാക്ക് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1 ട്യൂൺ ആൻഡ് കാറ്റ് ബാക്ക് എക്സോസ്റ്റ് ആണ് മെയിനായിട്ട് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം. എല്ലാവരും കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ കൊതിച്ചിരുന്ന എക്സോസ്റ്റ് നോട്ട്. ബ്രോ ഒന്ന് കാല് കൊടുത്തോ. ഇതിൽ നിങ്ങൾ പോപ്സ് ആൻഡ് ബാങ്ക്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും പോപ്സ് ആൻഡ് ബാങ്ക്സ് അല്ല. ആ ഒരു ടർബോ വിസിൽ ശരിക്കും ഇതിൽ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ആക്ച്വലി നല്ലൊരു ലൗഡായിട്ടുള്ള ഒരു ടർബോ വിസിലാണ് ഇതിൽ വരുന്നത്. ഒരു പോപ്സ് ആൻഡ് ബാങ്ക്സ് അല്ല, ഒരു ഡൗൺ ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് ആ ഡൗൺ ഷിഫ്റ്റ്, ആ ടർബോ വിസിൽ കേട്ടപ്പോൾ ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഉള്ളിലേക്ക് പോയാലോ? യെസ്, നമുക്ക് സ്കോഡയുടെ ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയർ വരുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് തന്നെ തുടങ്ങാം. നിങ്ങൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിൽ റെഡ് സാധനം കണ്ടിട്ട് പേടിക്കണ്ട. ദിസ് ഈസ് 2 ലിറ്റർ ഓട്ടോമാറ്റിക്. ഞാൻ ട്രാൻസ്മിഷൻ്റെ കാര്യം ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയി. ഈ സ്കോഡയിൽ മെയിനായിട്ട്, ലോറയിൽ മെയിനായിട്ട് വന്ന് 1.8 TSIയും 2 ലിറ്റർ TDI ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ വന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ 5 സ്പീഡ് മാനുവൽ വന്നിട്ടുണ്ട്, 6 സ്പീഡ് മാനുവൽ വന്നിട്ടുണ്ട്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ആ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ആണ് ഇതിലിരിക്കുന്നത്. ഈ DSG എന്ന് പറയുമ്പോൾ അറിയാം, ഫോക്സ് വാൻ്റെ വൺ ഓഫ് ദി OG അല്ലെങ്കിൽ വൺ ഓഫ് ദി ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഗിയർ ബോക്സാണ് DSG ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറയും. ഒരുപാട് എന്തൂസിയാസ്റ്റുകളുടെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസ്മിഷനാണ് DSG ട്രാൻസ്മിഷൻ. ആൻഡ് നമുക്ക് കം ബാക്ക് ടു സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിൽ വരുമ്പോൾ ടിപ്പിക്കൽ സ്കോഡയുടെ സ്റ്റിയറിംഗ്, സ്കോഡയുടെ ഒരു OG ബ്രാൻഡിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ സ്റ്റിയറിംഗ് വരുന്നത്. ആൻഡ് വിത്ത് പാഡൽ ഷിഫ്റ്റ്. ഇത് പാഡൽ ഷിഫ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് എങ്കിൽ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, VAG ഗ്രൂപ്പിൻ്റെ എല്ലാ കാസ് നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഈ ഒരു സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിലായിരിക്കും ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഈ ഒരു എന്താ പറയുക, സ്കോഡ, VAG, നമ്മുടെ ഫോക്സ് വാഗൻ ആണെച്ചാലും ഓഡി ആണെച്ചാലും അതുപോലെ മാത്രമല്ല നമ്മുടെ വേറെ കാസായ ഷവർലയിൽ വരുന്നുണ്ട്. ഷവർലെ, സ്പാർക്ക്, അതുപോലെ ക്രൂസ്, അതിലൊക്കെ വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഒരു വ്യത്യസ്തമായൊരു ഇതാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ആൻഡ് വെൻ വി കം ടു ഗിയർ, നമ്മൾ ഈ ഗിയർ നോബ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് ഗിയറാണ് വരുന്നത്. പ്രത്യേകിച്ച് ഗിയർ നോബിനെ കുറിച്ച് പറയാനായിട്ട് ഇല്ല. ഒരു കോക്പിച്ച് ഫീൽ ചെയ്യുന്ന ഒരു നൈസ് ഗിയർ ബോക്സ് എന്ന് പറയാം. ആൻഡ് വെൻ വി കം ടു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു 2014 ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു ബ്രാൻഡാണ് ഈ ബ്രാൻഡല്ല, ഒരു കാറാണ് ഈ ലോറ എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത്, ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു സ്കോഡയുടെ അല്ലെങ്കിൽ ലോറയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണും കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് AC വെൻസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരു തിരക്കേടില്ലാത്ത ഒരു സ്ക്രീൻ കാണാം. ആൻഡ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിൻ്റെ കാര്യങ്ങളും AC വെൻസ്, AC സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിത് ഈ ഒരു സൈഡിൽ ഹെഡ്ലൈറ്റ്, ഡിമ്മു, ബ്രൈറ്റ് കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ളതും ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളതും അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ടിപ്പിക്കൽ ACയുടെ റോട്ടറി സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ AC വെൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്.
ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റിംഗ് ഒക്കെ നമുക്ക് സാധാ ഒരു കാറിൽ കാണുന്ന പോലെയാണ്. അതിൻ്റെ കൂടെ ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ലിവർ, പിന്നെ നമ്മുടെ ചൈൽഡ് ലോക്ക്, 4 വിൻഡോസ് കൺട്രോൾ ചെയ്യാറ് സ്വിച്ചസ്. പിന്നെ ഇതിലൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഹാൻഡിൽ ബാർ ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്, ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ളൊരു കാറിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെയാണ് അന്ന് 2009 ടൈമിൽ സ്കോഡ ലോറയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ലക്ഷറി സെഡാനായിട്ടാണ് ഇന്ത്യയിൽ ഇത് ഇറക്കിയത്. ഒരു BMW കോമ്പാറ്റ് ചെയ്യുന്ന പോലെ ഒരു കാർ തന്നെയായിരുന്നു നമ്മുടെ സ്കോഡ ലോറ എന്ന് പറഞ്ഞാൽ. സ്കോഡ ലോറ കഴിഞ്ഞ് പിന്നെ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ BMW എന്ന് പറയാം. ബട്ട് അതിന് മുന്നത്തെ ഏത് കാസ് എടുക്കാനും പ്രീമിയം കാസ് എടുക്കാനും സ്കോഡ ലോറ തരുന്ന ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണെച്ചാലും അതിൻ്റെ എർഗണോമിക്സ് ആണെച്ചാലും വേറെ തന്നെയായിരുന്നു. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നല്ലൊരു ഇനീഷ്യൽ ആക്സിലേഷൻ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ടോക്ക് ഡെലിവറി, എല്ലാം കൊണ്ടും ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അടിപൊളി തന്നെയായിരുന്നു. ആൻഡ് കം ടു എർഗണോമിക്സ് വരുമ്പോൾ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആൻഡ് ഇതിൻ്റെ ഒരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ OG ലെതർ, ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഇവിടെ എവിടെ നോക്കാന്ന് വെച്ചാലും ഫുൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ ഈ ഒരു ബോർഡ് നോക്കാന്ന് വെച്ചാലും ഈ സീറ്റ്സ് നോക്കാന്ന് വെച്ചാലും എവിടെ നോക്കുമ്പോൾ ആ പ്രീമിയം കാറിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഗ്ലോ ബോക്സ്. ആൻഡ് സ്പേഷ്യസ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ വേറെ ഒരു ഇത് കാണാം. അങ്ങനെ ഇത്തിരി സ്പേസസ് ഉണ്ടെങ്കിലും ഇതൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് നമ്മുടെ ഗ്ലോ ബോക്സാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ വിശേഷം ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയാലോ. ഈ വരുമ്പോഴും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. വലിയ അധികം നല്ല രീതിയിൽ തൈ സപ്പോർട്ടൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് നല്ല കംഫർട്ടബിളായിട്ട് നന്നായി ഇരുന്ന് പോകാനായിട്ട് പറ്റും. ആക്ച്വലി സ്കോഡ 2 ലിറ്റർ TDI എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫൺ ടു ഡ്രൈവ് കാറാണ്. ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ഈ ലോറ 2.0 ലിറ്റർ TDI എന്ന് പറയുമ്പോൾ. ആക്ച്വലി പാസഞ്ചർ സീറ്റിനല്ല ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ബട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ആൻഡ് സെൻട്രൽ AC കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ വന്നതാണ്. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാസിലൊന്നും സെൻട്രൽ AC ഒന്നും ഉണ്ടാവാറില്ല. ഒരു പ്രീമിയം ക്വാളിറ്റി കാസിലാണ് ഈ സെൻട്രൽ AC കാര്യങ്ങളൊക്കെ കാണാറ്. അപ്പോൾ ഇവിടെ ഡോ പാഡ്സിൽ 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ്. അതുപോലെ എന്താ ഇവിടെ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനോടത്തൊരു സ്പീക്കർ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ലെതർ മെറ്റീരിയലാണ് ഈ ഡോ പാഡ്സിൽ വരുന്നത്. ഇവിടെ ആണെച്ചാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെയ്ഡാണ് വരുന്നത്. ഇറ്റ്സ് ബീൻ എ ഡെക്കേഡ്, സ്റ്റിൽ വി ക്യാൻ സ്മെൽ ദി ഫ്രഷ്നെസ് ഓഫ് ലോറ. ഇതിൻ്റെ ക്വാളിറ്റി ആണെച്ചാലും ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണെച്ചാലും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പഞ്ചിനെസ്, ആ ഒരു എന്താ പറയുക, ഒരു എൻജിൻ്റെ ഒരു വിസ്മയം, അത് ഒരു ഹരം തന്നെയായിരുന്നു അവിടെ എന്തൂസിയാസ്റ്റിന്. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.